ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു നച്ചൂസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് ഉഴുന്നുവടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1/2 കപ്പ് വീതം ഗ്രീൻ പീസും ഉഴുന്നും കടലപ്പരിപ്പും കൂടെ ഒരു 3-4 മണിക്കൂർ നന്നായി കഴുകി ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു ചെറിയ സവാളയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. നമുക്കിതിലേക്ക് കറിവേപ്പില കൈകൊണ്ട് നന്നായി ഒന്ന് മുറിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇത് നന്നായി അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലോണം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവില്ല. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്കിതിന് വേണ്ട ചട്നി അരച്ചെടുക്കാം. അതിനായി ഒരു കൈപ്പിടി മല്ലിയിലയും തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2-3 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. തൈരിൻ്റെ അളവ് കൂട്ടുന്നെങ്കിൽ കൂട്ടാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.